നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒറ്റപ്പദം എന്ന വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിൽ ഒറ്റപ്പദത്തിൽ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ചില പദങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ നോക്കാം. അന്തഃപുരത്തോട് ചേർന്ന ക്രീഡോദ്യാനം. ഇനി വരുന്ന ഒറ്റപ്പദമാണ് പ്രമദവനം. അന്തഃപുരത്തോട് ചേർന്ന ക്രീഡോദ്യാനം, പ്രമദവനം. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, ഉൽപ്പതിഷ്ണു. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, ഉൽപ്പതിഷ്ണു. ഋജുവായ ഭാവം. ഋജുവായ ഭാവത്തിന് ഒറ്റപ്പദമാണ് ആർജവം. ഋഷിയെ സംബന്ധിച്ചത്. ഋഷിയെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദമാണ് ആർഷം. എളുപ്പം ചെയ്യാവുന്നത് ഒറ്റപ്പദം സുകരം. തിഥി നോക്കാതെ വരുന്നവൻ ഒറ്റപ്പദമാണ് അതിഥി. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് തിതീർഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എൻ്റെ ഒറ്റപ്പദമാണ് ദിദൃക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ഒറ്റപ്പദമാണ് പിപാസു. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ആജാനുബാഹു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. എളുപ്പത്തിൽ പോകാവുന്നത് എന്നതിന് ഒറ്റപ്പദമാണ് സുഗമം. എല്ലായിടത്തുമുള്ളത് എന്നതിന് ഒറ്റപ്പദമാണ് സാർവജനീനം. കൊല്ലുന്നവൻ ഹന്താവ്. കൊല്ലുന്നവൻ എന്നുള്ളതിന് ഒറ്റപ്പദമാണ് ഹന്താവ്. ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. നാമമില്ലാത്തവൾ എന്നതിന് ഒറ്റപ്പദമാണ് അനാമിക. നാമമില്ലാത്തവൾ അനാമിക. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ. ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി. ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾക്കുള്ള ഒറ്റപ്പദമാണ് പ്രിയദർശിനി. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വിഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.